സർ, തുർക്കിക്ക് അമേരിക്ക മിസൈൽ നൽകുന്നു. ഒരു വലിയ വാർത്തയല്ലേ അത്? അത് വലിയ വാർത്തയാകുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ S-400 റഷ്യയിൽ നിന്ന് തുർക്കി വാങ്ങിയിരുന്നു. നമ്മളും വാങ്ങിയിട്ടുണ്ടല്ലോ. അതെ, നമ്മുടെ കരാറിലുള്ളത് ഇനി 2 കൂടി വരാനുണ്ട്. ഇപ്പോൾ ദോവൽ പോയാൽ അതിൻ്റെ ചർച്ചകൾ, പിന്നെ S-500 പ്രോമെത്യൂസ് അത് വാങ്ങുന്നതിൻ്റെയും കൂടിയൊക്കെ ചർച്ച നടക്കേണ്ടതായിരുന്നു. പക്ഷേ തൽക്കാലം പനി വന്നതുകൊണ്ട് സീസണൽ ഫ്ലൂ ആയതുകൊണ്ട് അദ്ദേഹം പോകുന്നില്ല. പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ നടക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇപ്പോൾ 300 മില്യൺ അപ്പോൾ ഉപരോധം S-400 വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അമേരിക്ക ഒരു ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു തുർക്കിക്കെതിരെ. തുർക്കിക്ക് F-35 വിമാനമാണെന്നൊക്കെ ഉണ്ട്. ആ വിമാനത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമൊന്നും ആയില്ല. പക്ഷെ ഇപ്പോൾ മിസൈൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. $300 മില്യൺ ആണ് കരാർ. 2561 കോടി രൂപ നമ്മുടെ കറൻസിയിലേക്ക് കൺവെർട്ട് ചെയ്താൽ വരും. ഇനി അവിടുത്തെ കോൺഗ്രസ് ഉണ്ടല്ലോ, പ്രതിനിധി സഭ, അതിൻ്റെ അനുവാദം കൂടി വേണം. അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ട്രംപ് ഭരണകൂടം. ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ തുർക്കിയിൽ നാറ്റോ രാജ്യങ്ങളിലെ വിദേശമന്ത്രിമാരുടെ യോഗത്തിന് അവിടെ പോയിരുന്നു, അങ്കാറയിൽ. അപ്പോൾ ഇതിൻ്റെ ചർച്ചകളൊക്കെ അവിടെ നടന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ എയർ ടു എയർ മിസൈലുകൾ വാങ്ങുന്നുണ്ട്. അതിന് $53 മില്യൺ വരും. പിന്നെ 60 ബ്ലോക്ക് 2 എന്ന് പറഞ്ഞ മിസൈൽ വാങ്ങുന്നുണ്ട്. അതിന് $79.1 മില്യൺ വരും. മറ്റേ 53 എയർ ടു എയറിന് $225 മില്യൺ വരും. അങ്ങനെയാണ് അതിൻ്റെ ബ്രേക്കപ്പായിട്ട് വരുന്നത്. 53 എയർ ടു എയർ മിസൈലും 60 ബ്ലോക്ക് 2 മിസൈലുകളും ആണ് വാങ്ങുന്നത്. 225 മില്യൺ ആദ്യത്തേന്, പിന്നെ 79.1 മില്യൺ രണ്ടാമത്തേന്. രണ്ടും കൂടി 2561 കോടി രൂപ വരും. 300 മില്യൺ വരും. അപ്പോൾ RTX കോർപ്പറേഷനാണ് ഈ മിസൈൽ കൊടുക്കുന്ന കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. തുർക്കി റഷ്യയിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ S-400 വാങ്ങിയതിൽ ട്രംപിന് രോഷമുണ്ടായിരുന്നു. അപ്പോൾ വേറൊരു വിഷമം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ കുർദിഷ് സേന ഉണ്ടല്ലോ, സിറിയൻ അതിർത്തിയിലൊക്കെയുള്ള തുർക്കിക്കെതിരെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്, ആ കുർദിഷ് സേനയ്ക്ക് അമേരിക്കയുടെ പിന്തുണയുണ്ടായിരുന്നു. എർദോഗനെതിരെ പയറ്റിക്കൊണ്ടിരിക്കുന്ന കുർദിഷ് സേനയ്ക്ക് അമേരിക്കയുടെ പിന്തുണയുണ്ടായിരുന്നു. അപ്പോൾ ആ 2-3 കാരണങ്ങൾ കൊണ്ട് ആണ് ഇതുവരെ ഇത് നടക്കാതിരുന്നത്. ട്രംപിനെ നേരിട്ട് കാണണം എന്ന് എർദോഗന് ആഗ്രഹം ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അടുത്തൊന്നും അത് നടന്നിട്ടില്ല. ഈ കുർദിഷ് സേനയുണ്ടല്ലോ സിറിയയിലെ, അത് ആ PKK എന്ന് പറഞ്ഞ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഈ സേന, ഈ PKK എന്ന് പറഞ്ഞത് 40 കൊല്ലത്തെ പ്രവർത്തനത്തിന് ശേഷം ഇപ്പോൾ പിരിച്ചുവിടുന്നതായിട്ട് 2 ആഴ്ച മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ആ PKKയുടെ ശല്യം ഇനി കുർദിഷ് സേനയുടെ ഒന്നും ശല്യം എർദോഗന് തൽക്കാലം ഇല്ല. അപ്പോൾ ഈ കുർദിഷ് സേന പുതിയ സിറിയൻ സേനയായി മാറട്ടെ എന്നൊരു ചർച്ച തുർക്കിയും US തമ്മിൽ നടത്തുന്നുണ്ടായിരുന്നു. അവരുടെ ഈ വൃത്തികെട്ട പരിപാടികളൊക്കെ നിർത്തിയിട്ട്, തുർക്കിക്കെതിരായ പരിപാടികളൊക്കെ നിർത്തിയിട്ട് ഒരു സിറിയൻ സേനയായിട്ട് രൂപാന്തരപ്പെടുന്നതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ, അത് അമേരിക്ക മധ്യസ്ഥം വഹിച്ചാൽ നടക്കുമല്ലോ. അതിൻ്റെ ചർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. PKK എന്ന് പറഞ്ഞ പാർട്ടി 40 വർഷത്തെ തുർക്കിയായിട്ടുള്ള പോര് കഴിഞ്ഞ ആഴ്ച അവസാനിപ്പിച്ചു. തുർക്കിക്ക് പൊതുവെ അപ്പോൾ ഇനി ഒരു പ്രാദേശിക ശക്തി മിഡിൽ ഈസ്റ്റിലെയൊക്കെ ഉയർന്നു വരുന്ന ശക്തിയായിട്ട് വരാം. അപ്പോൾ നാറ്റോയിലെ ഏറ്റവും വലിയ സേനകൾ, നാറ്റോ രാജ്യങ്ങൾ 32ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും വലിയ സേനകളുള്ള അമേരിക്കയ്ക്കും പിന്നെ തുർക്കിക്കുമാണ്. 2ാം സ്ഥാനത്ത് തുർക്കിയാണ്. അപ്പോൾ സിറിയയിലെ അമേരിക്കൻ സേന വെറും 1000 പേരായിട്ട് ചുരുങ്ങാൻ പോവുകയാണ്. സിറിയയുടെ നേതാവിനെ, പ്രസിഡന്റിനെയൊക്കെ കണ്ടിരുന്നല്ലോ, ട്രംപ് കണ്ടിരുന്നല്ലോ. അതിർത്തിയിൽ ഈ വൻ തുർക്കി സേന ആ അതിർത്തിയിൽ
ഇപ്പോൾ ഉണ്ട്. സിറിയയുടെ അതിർത്തിയിൽ തുർക്കിയുടെ വലിയ സേനയുണ്ട്. നേരത്തെ ഇപ്പോൾ റഷ്യ യുക്രൈൻ ചർച്ചയിൽ തുർക്കിയുടെ ഒരു മധ്യസ്ഥത നടന്നു വരുന്നുണ്ട്. പുടിനും എർദോഗനും ഒക്കെ ആയിട്ട് നല്ല ബന്ധമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ, അല്ലെങ്കിൽ ഇറാനും ഒക്കെ ആയിട്ട് നല്ല ബന്ധമാണ് തുർക്കിക്ക് എന്ന് പറഞ്ഞിട്ട് ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. റഷ്യയായിട്ട് നല്ല ബന്ധം, റഷ്യയിൽ നിന്ന് S-400 കിട്ടിയല്ലോ, ഇറാനുമായിട്ട് നല്ല ബന്ധം. അപ്പോൾ അങ്ങനെ തുർക്കി F-35 വേണം എന്ന് തുർക്കി ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അമേരിക്കയുടെ ബാൻ ഉണ്ട്, S-400 വാങ്ങിച്ചത് കൊണ്ടുള്ള നിരോധനം നിൽക്കുന്നത് കൊണ്ട് F-35 കൊടുക്കുന്നതിനെ പറ്റി തീരുമാനമായിട്ടില്ല. അമേരിക്കയിൽ നിന്ന് LNG ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് അതിൻ്റെ ഇറക്കുമതി കൂട്ടാനും തുർക്കി തീരുമാനിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തുർക്കി നമ്മൾ വിചാരിക്കാത്ത തലങ്ങളിലേക്കൊക്കെ കടന്നു വരുന്നുണ്ട്. കാരണം നാറ്റോയിൽ നിന്ന് തന്നെ അവരെ പുറത്താക്കണമെന്ന് നേരത്തെ അമേരിക്കയൊക്കെ ഉൾപ്പെടെ പറഞ്ഞതാണ്. പക്ഷേ അവർ ചില അനാവശ്യ ഇടപെടലുകൾ നടത്തി അവരൊരു ശ്രദ്ധാകേന്ദ്രമായി മാറുകയും ചെയ്യുകയാണ് സ്വയം. അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗദിയുടെ നേതൃത്വത്തിൽ മുസ്ലിം രാജ്യങ്ങളുടെ ഒരു ചേരിയുണ്ട്. അപ്പോൾ അതിനെതിരായ ഒരു ചേരി ഇസ്ലാമിക ലോകത്ത് തുർക്കിയുടെ നേതൃത്വത്തിൽ എർദോഗൻ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആ ചേരിയിലാണ് ഈ ഗൾഫ് ലോകത്ത് നിന്ന് ഖത്തർ ഉള്ളത്. ഖത്തർ മാത്രം അതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. മറ്റേ തുർക്കിയുടെ ചേരിയിൽ ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ ഈ ഖത്തറും ഇങ്ങനെ പാകിസ്ഥാൻ, അസർബൈജാൻ. ഇതിനാണ് ഈ പാകിസ്ഥാൻ കൊണ്ടുവന്ന് സഹായമൊക്കെ കൊടുക്കുന്നത് അല്ലേ? ഞങ്ങളുണ്ട് നിങ്ങളുടെ ഒരു പ്രൊട്ടക്ടറായിട്ട്. ഇപ്പൊ ഷെരീഫ് അസർബൈജാനിൽ പോകുന്നുണ്ടല്ലോ, പ്രധാനമന്ത്രി എർദോഗൻ പോയിരുന്നു. അപ്പോൾ അസർബൈജാൻ, പാകിസ്ഥാൻ, തുർക്കി എന്ന് പറഞ്ഞിട്ടൊരു അച്ചുതണ്ട് ഉണ്ട്. അപ്പോൾ ഇന്ത്യക്കൊക്കെ ഭീഷണിയൊക്കെ ഉടയർത്താവുന്ന വിധത്തിലാണ് ഇവരുടെ പോക്കൊക്കെ. പിന്നെ നമ്മൾ പറയുന്ന പോലെ ഇന്ത്യ സമുദ്രത്തിൽ തുർക്കി ഒരു സ്വാധീന ശക്തിയാകാനായിട്ട് ശ്രമിക്കുന്നുണ്ടല്ലോ. മാലദ്വീപിൽ താവളം ഇല്ലേ, മാലദ്വീപിൽ താവളം ഉണ്ടാക്കാനും ഒക്കെയുള്ള ശ്രമം നടക്കുന്നുണ്ട്. മാലദ്വീപിന് മുയൂസ് തുർക്കിയിൽ പോയിരുന്നു. അപ്പോൾ ഒരു പഴയ യുദ്ധക്കപ്പൽ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. യുദ്ധക്കപ്പലിൻ്റെ കൂടെ തുർക്കിയുടെ ഭടന്മാരും ഒക്കെ ഉണ്ടാവും എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തുർക്കി പലതരത്തിൽ പയറ്റുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുമായിട്ടൊരു അകൽച്ച ഉണ്ടായിരുന്നു. S-400 വാങ്ങിച്ചപ്പോൾ നമ്മൾ S-400 വാങ്ങുമ്പോഴും അമേരിക്കയ്ക്ക് വിരോധം ഉണ്ടായിരുന്നു. അമേരിക്ക പറഞ്ഞു നിങ്ങളിത് വാങ്ങണ്ട, ഞങ്ങൾ താട് തരാം, പാട്രിയറ്റ് തരാം എന്നൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം നടക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അന്ന് മനോഹർ പരീക്കർ പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോഴാണ് ആ തീരുമാനം. അത് ശരിയായ തീരുമാനമാണെന്ന് ഇപ്പോഴത്തെ ഓപ്പറേഷൻ സിന്ദൂർ തെളിയിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ ആ ഒരു ശീതസമരം അമേരിക്കയുമായിട്ടുള്ളത് പതുക്കെ മാറി വരുന്നു. കാരണം റൂബിയോ ഇപ്പോൾ അങ്കാറയിൽ പോവുകയൊക്കെ ചെയ്തിരുന്നു. അത് മാറ്റാനുള്ള ശ്രമം തുർക്കിയുടെ ഭാഗത്തു നിന്നും വരുന്നു. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാറ്റോയുടെ ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ളത് വേറെ വിഷയമാണ്. കാരണം നാറ്റോയുടെ ഭാവിയിൽ മറ്റേ ട്രംപിന് താല്പര്യമില്ലല്ലോ. നാറ്റോ പൊളിക്കാൻ വേണ്ടതൊക്കെ പുട്ടിൻ്റെ ഭാഗത്തു നിന്നും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ തുർക്കി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഒരു ശത്രുപക്ഷത്തേക്ക് നീങ്ങിയില്ലേ? സത്യത്തിൽ ഈ പാകിസ്ഥാനെ അനാവശ്യമായിട്ട് സഹായിച്ചുകൊണ്ട് സാർ പറഞ്ഞ പോലെ ഇപ്പം ഈ ഗൾഫ് മുസ്ലിം രാജ്യങ്ങളുടെ ഒരു തലപ്പത്തേക്ക് എത്തിച്ചേരണം, പറയാ മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരമൊക്കെ വേണമെന്നൊക്കെ. പക്ഷേ ഇതൊക്കെ നടക്കുമോ? അല്ല, അങ്ങേർക്കൊരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകത്തൊരു ഭരണാധികാരി വന്നു കഴിഞ്ഞാൽ സാധാരണ, അതായത് തുർക്കി ഇന്നല്ല പണ്ട് ഈ മറ്റേ എംപയർ തുർക്കി സാമ്രാജ്യം ഉണ്ടായിരുന്നല്ലോ പഴയ കാലത്ത്. ആ സാമ്രാജ്യം ഉണ്ടായിരുന്ന കാലത്ത് തുർക്കിയുടെ സുൽത്താനാണ് ഖലീഫ, ഇസ്ലാമിക ലോകത്തെ ഖലീഫ. മുമ്പ് രണ്ടാം ലോക യുദ്ധ കാലത്തൊന്നും സൗദി അറേബ്യ ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ പിന്നീട് വിഭജിച്ച് തുർക്കി സാമ്രാജ്യം വിഭജിക്കുന്നു. യുദ്ധം കഴിയുമ്പോൾ വിഭജിക്കുകയാണ്. അവിടെ അത്താതുർക്ക് തുടങ്ങിയ ആളുകളും ഒക്കെ വരുന്നുണ്ട്. സുൽത്താനെ പുറത്താക്കുകയാണ്. അപ്പോൾ അന്ന് തുർക്കി സുൽത്താൻ്റെ കീഴിലാണ് ഈ ഹാരറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കാബ, മക്ക ഒക്കെ ഉള്ളത്. സൗദി അറേബ്യ ഇല്ലല്ലോ. അപ്പോൾ ഹാരറ്റ്സ് ഒക്കെ തുർക്കി സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് നിന്നതാണ്. അന്ന് തുർക്കി സാമ്രാജ്യത്തിൻ്റെ കയ്യിലാണ്
ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ സൗദി അറേബ്യ വേറെ രാജ്യമായിട്ട് മാറിപ്പോവാണ്. തുർക്കി സാമ്രാജ്യം വിഭജിച്ചു പോകുമ്പോൾ മറ്റേ ടിപ്പു സുൽത്താൻ ഉണ്ടായിരുന്ന കാലത്ത് തുർക്കി ആയിട്ടുമൊക്കെ ബന്ധത്തിനൊക്കെ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ തുർക്കിക്ക് ഒരു കാലത്തുണ്ടായിരുന്ന ആ പദവി, പ്രാമാണ്യ പദവി, അത് വീണ്ടെടുക്കണം. സൗദി ഒന്നും ഇല്ലെങ്കിലും ബാക്കി ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫ ആകണം എന്നൊരു പൂതി എർദോഗനുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ നേരത്തെ ചോദിച്ച പോലെ നടക്കാൻ പ്രയാസമാണ്. എന്താന്ന് വെച്ചാൽ 39% മറ്റുമാണ് അവിടുത്തെ പണപ്പെരുപ്പം. അങ്ങനെ സാമ്പത്തികമായിട്ട് വലിയ കാര്യമൊന്നും ഇല്ല, പറയാനൊന്നും ഇല്ല. പക്ഷെ ഈ മനോരാജ്യത്തില് ചെറിയ രാജ്യം വേണ്ടല്ലോ, ചക്രവർത്തിയായിട്ട് വിലസാൻ, ഖലീഫയായിട്ട് വിലസാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.